Good morning, Makale. Question number 4, page number 18. Question note. Write 5 pairs of integers a, b such that a divided by b is equal to -3. One such pair is 6 minus 2 because 6 divided by -2 is -3. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അതായത് ആൻസർ തന്നെ ആയിരിക്കണം. എയുടെയും ബിയുടെയും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എ ഡിവൈഡ് ബൈ ബി ചെയ്താൽ -3 തന്നെ ആൻസർ കിട്ടുകയും വേണം. ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട് 6ഉം -2. കാരണം 6നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -3 കിട്ടും. ശരിയല്ലേ? 6നെ 6 ഡിവൈഡഡ് ബൈ -2. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ സൈൻ നോക്കാതെ നമ്മൾ ഡിവൈഡ് ചെയ്യും. 6/2 3 ആണ്. ഒരു പ്ലസ് ഒരു മൈനസും വന്ന ആൻസർ -3. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം 6ഉം -2 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ വേറെ 5 നമ്മൾ കണ്ടുപിടിക്കണം. എന്നാ ചെയ്യുമല്ലേ? ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ ആൻസർ എന്നാ 3 അല്ലേ? 3യുടെ ടേബിൾ അങ്ങോട്ട് എഴുതിയാൽ മതി. നോക്കാം നമുക്ക് 3യുടെ ടേബിള്. ഓൾറെഡി 3 × 1 3 ഉണ്ട്. 3 × 2 6. അത് ഓൾറെഡി അവർ എഴുതി കഴിഞ്ഞു. 6 കിട്ടുന്നത് എഴുതി, നമുക്ക് വേണ്ട. ഇത് ഇവിടെ തൊട്ട് തുടങ്ങാം. 3 × 3 9, 3 × 4, 3 × 5, 3 × 6, 3 × 7. 5 എഴുതാനല്ലേ പറഞ്ഞേ? 21. 5 കിട്ടിയില്ലേ? ഇവിടെ നോക്കി, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യം എഴുതാൻ പോണേ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസേഴ്സ്. 3 കിട്ടണം. സൈൻ നമുക്ക് പിന്നെ കൊടുക്കാം. 3 ആണ് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ 3യുടെ ടേബിൾ അങ്ങ് എഴുതുക. 3 × 3 9. 2ന്റെ എഴുതാൻ ഓൾറെഡി 6ന്റെ അവർ തന്നെ 3 × 2 6 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 × 4, 3 × 5 എഴുതി. ഇനി നമുക്ക് എന്നാ എഴുതണം? ആദ്യത്തെ എഴുതാം. ഫസ്റ്റ് വൺ ആണ് 9 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 3 അല്ലേ? പക്ഷെ ആൻസർ എന്താ വേണം? -3. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക്, ഇഷ്ടമുള്ള ഒരാൾക്ക് -9. ഞാൻ ഇപ്രാവശ്യം 9 കൊടുക്കാൻ പോകും. -9 ഡിവൈഡ് ബൈ 3 ആൻസർ അപ്പം എന്നായിരിക്കും? -3. അപ്പൊ നമ്മുടെ സംഖ്യകൾ കിട്ടിയ ആരൊക്കെ? -9ഉം 3ഉം. ശരിയല്ലേ? എളുപ്പമായില്ലേ? അടുത്ത് നമ്മൾ എഴുതാൻ പോവാം. എന്നാ എഴുതും? 12 ഡിവൈഡഡ് ബൈ 4. ആൻസർ എന്താണ്? 3. കണ്ടോ? 12 ഡിവൈഡ് ബൈ 4 3. വെറും ആൻസർ അല്ല, വെറും 3 അല്ല, -3 കിട്ടണം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് കൊടുത്താൽ മതി? ഒരാൾ പ്ലസും ഒരാൾ മൈനസും വരുമ്പോഴല്ലേ ആൻസർ മൈനസ് വരുന്നത്. ഡിവിഷൻ. ഇഷ്ടമുള്ള ആൾക്ക്. പ്രാവശ്യം എനിക്ക് ഇയാൾക്ക് കൊടുക്കാനും ഇഷ്ടം. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? 12ഉം -4ഉം. എളുപ്പമല്ലേ മക്കളെ? അടുത്ത ആളെ എഴുതിക്കേ. തേർഡ് വൺ 15 ഡിവൈഡഡ് ബൈ 5. ആൻസർ 3. വെറും 3 അല്ല, -3 വരണം. ഇഷ്ടമുള്ള ഒരാൾക്ക് പ്രശ്നം എനിക്ക് -15 മൈനസ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ആൻസർ തന്നെയാണ് -15 5. ഓക്കെ, അടുത്ത ആരെ എഴുതാം? 18 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 3. -3 ആകണം. ഇഷ്ടമുള്ള ഒരാൾക്ക് സൈൻ കൊടുക്കാം. ഞാൻ ഈ പ്രാവശ്യം 6ന് കൊടുക്കാം. അപ്പൊ എന്നായിരിക്കും? 18ഉം -6ഉം. അടുത്ത ഫിഫ്ത്ത് വൺ 21 ഡിവൈഡഡ് ബൈ 7. 3 -3 വരണം. അപ്പൊ ഇതിലാരും ഒരാൾക്ക് കൊടുക്കാം. ഇപ്രാവശ്യം ഞാൻ 7 തന്നെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. ഇന്നോട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ എന്നാണ്? 21ഉം -7ഉമാണ് ആൻസർ. കണ്ടോ? അത്ര സിമ്പിൾ ആയിട്ടുണ്ട് ആൻസർ. രണ്ട് സംഖ്യകൾ എയും ബിയും. അപ്പൊ ഇതിനകത്ത് A -9, ഇവിടെ 3, ഇവിടെ A12, B -4, ഇവിടെ A -15, ഇവിടെ 5, ഇവിടെ A18, ഇവിടെ -6, ഇത് 21 -7, A21, B -7. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ആൻസർ ചോദിച്ചിരിക്കുന്നത്? A ഡിവൈഡ് ബൈ -3. 3 വരണം ആൻസർ. 3 വരണം എന്ന ആൻസർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 3യുടെ ടേബിൾ എഴുതി വെച്ചത്. മനസ്സിലായോ? ഇപ്പൊ 4 ആൻസർ വരണമെങ്കിൽ നിങ്ങൾ എന്തിന്റെ ടേബിൾ എഴുതി വെച്ചാൽ 4 × 2 8, 4 × 3 12 അങ്ങനെ എഴുതിയിട്ട് കണ്ടോ. എന്നിട്ട് എങ്ങനെ എഴുതണം? ഇത് നമ്മുടെ ആൻസർ ആണ്, ആൻസർ സൈഡാണ്. ഇവിടെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും. ഈ ട്രിക്ക് ഒന്ന് പ്രയോഗിക്കുക. ഓക്കെ, എന്നിട്ട് സൈൻ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് മൈനസ് വന്നതുകൊണ്ട്
ആൻസർ മൈനസ് ആയതുകൊണ്ട് ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആയിരിക്കണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് മൈനസ് സൈൻ കൊടുക്കുക, ഇഷ്ടമുള്ള ആൾക്ക് മൈനസ് സൈൻ കൊടുക്കുക, എന്നിട്ട് അത് എടുത്ത് എഴുതിയതാണ് സംഖ്യ. എളുപ്പമല്ലേ മക്കളെ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാം ഇത് ഇങ്ങനത്തെ ഒന്നും വരത്തില്ല എക്സാമിന്, നിങ്ങൾക്ക് പ്രാക്ടീസിനാണ്, പ്ലസും മൈനസും വരാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.